ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 2013 മോഡൽ ഫോർച്യൂണർ, അത് പഴയ മോഡൽ ഫോർച്യൂണറിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്തേക്കുന്ന വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രില്ലാണ്. ഇത് നമ്മളൊരു ഗ്ലോസി ബ്ലാക്കിൽ നമ്മളൊരു 3 ഗ്രിൽ ലൈറ്റോട് കൂടി വരുന്ന ഒരു ഗ്രില്ല് നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ വണ്ടി ഫുള്ള് നമ്മൾ പെയിൻറ്റ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഈ വണ്ടിയിൽ വരുന്ന സിൽവർ പോർഷൻ ആയിരുന്നു, അത് നമ്മൾ ബ്ലാക്ക് ആക്കി അതിനോട് കോംബോ ആയിട്ട് തന്നെ നമ്മളൊരു ഫോർച്യൂണർ ഒരു സൈഡ് മിറർ ഇത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് കൊടുത്തു. അതുകൂടാതെ ഇതിൻ്റെ ഇത് നമ്മൾ TRD കിറ്റ് ചെയ്തേക്കുന്നതാണ്. ഫ്രണ്ട് ബാക്ക് സൈഡും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നമുക്ക് നോക്കാം. TRD കിറ്റ് വരുന്ന ഈ ബമ്പറൊക്കെ നമ്മൾ ഈ വണ്ടിയുടെ മാറ്റി പുതിയത് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു TRD കിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്ലോസി ബ്ലാക്ക് ഗ്രില്ലിനോട് തന്നെ സാമ്യമായിട്ടൊരു ഗ്ലോസി ബ്ലാക്ക് തന്നെ സൈഡിൽ താഴെ കൊടുത്തു. ഫോഗ് ലാമ്പൊക്കെ നമ്മൾ വണ്ടിയുടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു ഗ്ലോസി ബ്ലാക്ക് ഡിസൈൻ കൊടുത്തു. 2 നമ്മൾ ഫ്ലാഷ് ഒരു വൈറ്റ് ലൈറ്റും കൂടെ ഫ്രണ്ടിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ ചെയ്തേക്കുന്ന വർക്ക്. പിന്നെ അതുകൂടാതെ ഈ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് മൊത്തം പോയ ഹെഡ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഹെഡ്ലൈറ്റ് മാറിയിട്ട് OE ടൈപ്പ് തന്നെ, അതുപോലെ തന്നെ നമ്മൾ ഒറിജിനലല്ല, നമ്മളൊരു ഗ്ലിവോ എന്ന് പറയുന്നൊരു ബ്രാൻഡിലാണ് ഈ ഹെഡ്ലൈറ്റ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് ഒറിജിനലിലേക്ക് എടുക്കുമ്പോൾ നല്ല റേറ്റ് വരും. അത് കാരണം കൊണ്ട് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 ഹെഡ്ലൈറ്റ് നമ്മൾ ഇതിനകത്ത് ഫ്രണ്ട് വശത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ ഇതിൻ്റെ ചെയ്തേക്കുന്ന വർക്ക്. ഈ മിറർ നമുക്ക് വൈറ്റ് ആയിരുന്നു, നമ്മളത് ഗ്ലോസി ബ്ലാക്ക് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന കാരണം അത് തന്നെ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് കൊടുത്തു. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ചെറിയ ഫെയിഡ് ഉണ്ട്, നമുക്ക് മാറാനുള്ളതാണ്, നമുക്ക് കിട്ടിയിട്ടില്ല ഐറ്റം. അതുകൂടാതെ നമ്മൾ ഈ ഹാൻഡിൽ ക്രോം ഇത് നമുക്ക് പഴയ ഹാൻഡിൽ ക്രോം ഫുള്ള് സ്ക്രാച്ച് ആയിരുന്നു. അപ്പോൾ നമ്മളത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആക്കി മാറ്റി നമ്മൾ അതിൻ്റെ ഹാൻഡിൽ ക്രോം. നമുക്ക് TRD കിറ്റിൽ വരുന്ന പോർഷനാണ് ഈ 2 പോർഷൻ. ടയോട്ട സൈഡിൻ്റെ സൈഡ് ഗ്ലാഡിങ് വരുന്നത്. ഈ സൈഡ് ഗ്ലാഡിങ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ സൈഡിൽ വന്നേക്കുന്ന ഇത്ര വർക്കാണ് സൈഡിൽ നമ്മൾ ചെയ്തേക്കണേ. അലോവിയിൽ വേറെ കളറായിരുന്നു, നമ്മളത് ഗ്ലോസി ബ്ലാക്ക് തന്നെ നമ്മൾ അടിച്ചു കൊടുത്തു. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഈ ബീഡിങ്, ഒരു റബ്ബർ ബീഡിങ് വരുന്നുണ്ട് നമ്മുടെ ഈ ഗ്ലാഡിങ്ങിൻ്റെ സൈഡിലായിട്ട്. ഇത് ഈ വണ്ടിക്ക് ഇല്ലായിരുന്നു, പക്ഷേ ഇത് നമ്മൾ ഷോറൂമിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഈ സാധനത്തിന്. നമ്മൾ കാണുമ്പോൾ കാര്യം നിസ്സാരമാണെങ്കിലും ഈ റബ്ബർ ബീഡിങ്ങിന് നമുക്ക് ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ ഏകദേശം ഒരു ഈ 4 ഫുൾ സെറ്റ് വരുമ്പോൾ നമുക്കൊരു 6000 രൂപ അടുത്ത് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഈ റബ്ബർ ബീഡിങ്ങൊക്കെ നമുക്ക് പുറത്ത് റേറ്റ് കുറച്ച് എവിടെയെങ്കിലും നമുക്ക് ഇതുപോലത്തെ സാധനം കിട്ടാണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൊക്കെ ഒന്ന് പറയുക. എല്ലാവർക്കും ഉപകാരപ്പെട്ട, കാരണം ഒത്തിരി ആൾക്കാർ ഈ പീസൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് കമൻറ്റ്സ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ഈ വണ്ടിയുടെ ഇത് നമുക്കിപ്പോൾ പുറത്തുനിന്ന് വന്നേക്കണ വണ്ടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൻ്റെ പല ഭാഗങ്ങളും ഡാമേജ് ഉണ്ടായിരുന്നു. ഈ പീസിൽ നമുക്ക് ഈ പോർഷനൊന്നും ഈ വണ്ടിയിൽ നമുക്ക് ഉണ്ടായിരുന്ന പോർഷനല്ല. ഇത് നമ്മൾ മോൾഡ് ചെയ്തിട്ട് ഇതിനകത്ത് തന്നെ ഫൈബറിൽ നമ്മൾ മോൾഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇതിൻ്റെ 2 സൈഡും ഈ പീസ് ഉണ്ടായിരുന്നില്ല. മിക്ക വണ്ടികൾക്കും എനിക്ക് തോന്നുന്നു ഫോർച്യൂണർ ഞാൻ കണ്ടേക്കണം ഒട്ടുമിക്ക വണ്ടികൾക്കും പഴയ മോഡലിൽ ഈ പീസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് നമ്മൾ മോൾഡ് ചെയ്ത് 2 സൈഡിലും നമ്മൾ സെറ്റ് ചെയ്താണ് ഈ സൈഡെല്ലാം ക്ലിയർ ചെയ്തേക്കണേ. ഇതാണ് നമ്മൾ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ടുള്ള വർക്ക്. ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ചെയ്തേക്കുന്നത് മെയിനായിട്ട് നമ്മളിതിൻ്റെ കമ്പനി സ്പോയിലർ മാറ്റിയിട്ട് നമ്മൾ TRD സ്പോയിലർ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഈ സ്പോയിലറും പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഗ്ലോസി ബ്ലാക്കിൽ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. മൊത്തത്തിലൊരു ഗ്ലോസി ബ്ലാക്ക് വൈറ്റാണ് വണ്ടി കൊടുത്തേക്കുന്നത്. ബാക്കിൽ ഈ ടൈൽ ലൈറ്റ് നമ്മൾ 4 മാറിയതാണ്. കസ്റ്റമർ ഇത് മറ്റേ LED ടൈൽ ലൈറ്റ് വയ്ക്കാനായിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ബഡ്ജറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തൽക്കാലം നമ്മളിപ്പോൾ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് മാറിയ പോലെ തന്നെ നമ്മൾ ഗ്ലൂവോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ടൈൽ ലൈറ്റും 2ഉം മാറിയേക്കുന്നത്. കമ്പനി തന്നെ ആ സെയിം ടൈപ്പ് തന്നെ. പിന്നെ ഇതിനകത്ത് നമ്മൾ വ്യത്യാസം വരും, സെൻറ്ററിലെ ഈ പീസ് നമ്മൾ മാറിയിട്ട് ഒരു ലൈറ്റ് വരുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റേത്. ഇത് നമുക്ക് ലൈറ്റ്, നമുക്ക് ബ്രേക്ക്, പാർക്ക് ഇൻഡിക്കേറ്ററൊക്കെ അങ്ങനെ എല്ലാ മോഡൽസും ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിനകത്ത് നിലവിൽ കണക്ഷൻ കൊടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പാർക്കിങ്ങിൽ ഒരു വൈറ്റും ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു റെഡ് തെളിയാൻ പാകത്തിനുള്ള ഒരു രീതിയിലാണ് നമ്മളിതിൻ്റെ ഈ പോർഷനിൽ നമ്മൾ ഇവിടെ ചെയ്ത് കൊടുത്തേക്കുന്നത്. ലോഗോ നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ TRD കിറ്റിൽ വരുന്ന സംഭവമാണ് ഈ സ്കേട്ടിങ്. ഈ സ്കേട്ടിങ് ഇതുപോലെ തന്നെ നമ്മൾ അടിയിൽ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് ബ്ലാക്കിൽ തന്നെ കൊടുത്ത് ഒരു ബമ്പർ റിഫ്ലക്ടർ LED, നമുക്ക് ഇൻഡിക്കേറ്റർ, ബ്രേക്ക്, പാർക്ക് ആ 3 ടൈപ്പ് മോഡലിൽ നമുക്ക് തെളിയാവുന്ന രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്ററുമാണ് ഇതിൻ്റെ പുറകിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ തൽക്കാലം ഇതിനകത്ത് ബാക്കിൽ നമ്മൾ ലോഗോസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് വേണ്ടാന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന കാരണം കൊണ്ട് അങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ ബാക്ക് വശം നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ ഒരു ലുക്ക് ഈ ഒരു സെറ്റപ്പിലായിരിക്കും നമുക്ക് ഈ TRD സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ വണ്ടിയുടെ ഉൾവശത്ത് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ സീറ്റൊക്കെ ഭയങ്കര ഡാമേജ് ആയിരുന്നു, ഈ വണ്ടിയുടെ ഫുൾ ഡാമേജ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ സീറ്റ് ഫുള്ള് പൊട്ടിച്ച് നമ്മൾ അത്യാവശ്യം ഫോമൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ലെതർ വെച്ചിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ആംറസ്റ്റ് ഒന്ന് ജസ്റ്റ് ആ സെയിം കളറിൽ തന്നെ നമ്മൾ ചെയ്തു. ഈ ഗിയർ ബൂട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ മാറിയിട്ട് നമ്മൾ ആ സെയിം കളറിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഡോർ പാഡ് നമ്മൾ അഴിച്ചിട്ട്
ഈ സെയിം സീറ്റിൻ്റെ കളറിൽ തന്നെ നമ്മൾ ഡോർ പാഡ് 4 നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ വണ്ടിയിൽ വരുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലോസി ഈ ഫ്രെയിം നമ്മളൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് ഗ്ലോസി ബ്ലാക്ക് വന്നേക്കണോണ്ട് തന്നെ നമ്മൾ ഈ വണ്ടിയുടെ ഡോർ പാഡിൻ്റെ ഈ സൈഡ് 4 പീസും നമ്മൾ അഴിച്ച് പെയിൻറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഗ്ലോസി ബ്ലാക്ക് ആക്കി അതും മാറ്റിയെടുത്തു. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ വണ്ടികൾ നല്ലൊരു വൃത്തി നമുക്ക് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്ലോസി ബ്ലാക്ക് തന്നെ ആഡ് ചെയ്തത്. പിന്നെ മേൾ വശത്ത് ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻറ്റീരിയർ ഈ പോർഷൻ ഇത് ഈ വണ്ടിയുടെ നല്ല രീതിയിൽ ഡാമേജ് ആയിരുന്നു. അപ്പോൾ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ നമ്മളിത് മൊത്തം അഴിച്ചതിന് ശേഷം നമ്മളിത് മൊത്തം നമ്മുടെ സെയിം സീറ്റിൻ്റെ കളർ തന്നെ വെച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ടോപ്പ് ഫുള്ള് നമ്മൾ റീഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെയാണ് ഇത്രയും വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. നിലവിൽ നമ്മൾ സ്റ്റിയറിംഗ് കവർ നമ്മൾ ഒരു പുതിയ മോഡൽ വയ്ക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കസ്റ്റമറുടെ കയ്യിൽ നമുക്ക് ഇച്ചിരി ഫണ്ട് അതിപ്പോൾ ചെയ്യുന്നില്ല എന്ന രീതിയിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇതിൻ്റെ സ്റ്റിയറിംഗ് മോശമായതുകൊണ്ട് നമ്മൾ വേറൊരു സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ ഇന്നോവയുടെ തന്നെ ഒരു സെക്കൻഡ് സ്റ്റിയറിംഗ് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ നമുക്ക് വേറെ വണ്ടി വരാണ്ട് അതിനകത്ത് നമ്മളിപ്പോൾ ഒരു പുതിയ മോഡൽ സ്റ്റിയറിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സ്റ്റിയറിംഗ് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പോൾ നിലവിൽ ഇത്രയാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തേക്കുന്ന വർക്ക്. നമ്മൾ പറഞ്ഞ സ്റ്റിയറിംഗ് ഇതാണ്. നമുക്കൊരു കാർബൺ ടൈപ്പ് നമുക്കൊരു അടിപൊളി സ്റ്റിയറിംഗാണ്. വണ്ടിയുടെ ലുക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് ഉള്ളിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗാണ് ഇത്. നമ്മൾ ഈ വണ്ടിയിൽ നിലവിൽ ഇപ്പോൾ വയ്ക്കുന്നില്ല ഈ സ്റ്റിയറിങ്ങും. അതുകൂടാതെ ഞാനൊരു ഹെഡ്ലൈറ്റും കൂടെ കാണിച്ചു തരാം. ഹെഡ്ലൈറ്റ് ഗ്രില്ല് കാര്യങ്ങളെല്ലാം വേറെ രീതിയിലുള്ള നമ്മൾ അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റിയ ഈ വീഡിയോസിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ചെയ്തേക്കുന്ന വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റിയറിംഗ് വരുന്നത്. നമുക്ക് ഹെഡ്ലൈറ്റും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഹെഡ്ലൈറ്റ് നമുക്ക് ആഫ്റ്റർ മാർക്ക് വരുന്നത് ഈ രീതിയിലാണ് വരുന്നത്. നമുക്കൊരു സൈഡ് പ്രൊജക്ടർ, അതുകൂടാതെ DRL കാര്യങ്ങൾ എല്ലാം വെച്ചിട്ടുള്ള ഹെഡ്ലൈറ്റാണ് ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഇത് നമ്മൾ ഈ പറഞ്ഞ സ്മോക്കഡ് ആയിട്ടുള്ള ആ ടൈപ്പ് തന്നെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഈ മോഡൽ വൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ മോഡൽ ഹെഡ്ലൈറ്റുകളും നമുക്ക് അവൈലബിൾ ആണ് ഫോർച്യൂണറിന്. വേറൊരു മോഡലും കൂടെ വരുന്നുണ്ട്, അതിനേക്കാൾ ഇച്ചിരി കോസ്റ്റ്ലി ആണ് വരുന്നത്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് നമുക്ക് വേറെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് വേറൊരു രീതിയിൽ വരുന്ന ഗ്രില്ലാണ്. ഇതിൻ്റെ ഷേപ്പ് കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ ഈ ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ടയോട്ട എന്നുള്ള എഴുത്ത് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വരുന്ന 3 ഗ്രിൽ ലൈറ്റ്, ഒരു ഹണി ക്രോം രീതിയിലുള്ളൊരു ഗ്രില്ല് കാര്യങ്ങളാണ്. ഇത് നമുക്ക് ഈ വണ്ടിയിൽ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള വേറെ മോഡലുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ കസ്റ്റമർക്ക് ഈ മോഡൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് കൊടുക്കണം. ഇപ്പോൾ ഇത് നമ്മൾ വേറൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ വണ്ടിയുടെ വീഡിയോസും ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്തും സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്തും എല്ലാ വീഡിയോകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ നമ്മൾ ഇടുന്നതാണ്. ഇതിനു മുമ്പ് കാണിച്ച ഗ്രില്ലും ഹെഡ്ലൈറ്റും സ്റ്റിയറിങ്ങും ഈ വണ്ടിയിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതുകൂടാതെ നമ്മളൊരു പ്രൊജക്ടർ ഫോഗ് ലാമ്പും കൂടി നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിയറിങ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നുള്ള നമുക്ക് ലുക്ക് എന്ന് പറയുന്നത് ഇതായിരിക്കും. നല്ല അടിപൊളി ലുക്കാണ് ഉള്ളിൽ നമുക്ക് നോക്കുമ്പോൾ. അതുകൂടാതെ അതിനകത്ത് ക്രൂസ് മോഡൽ കാര്യങ്ങളെല്ലാം വന്നേക്കുന്ന വണ്ടിയാണ്. അതൊക്കെ നമുക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ഫങ്ഷൻസും വർക്ക് ചെയ്യും. ഫോഗ് ലാമ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഒരു ഫോഗ് ലാമ്പിൻ്റെ കവർ നമ്മൾ അഡീഷണൽ വച്ചതിന് ശേഷം നമുക്ക് ഈ ഫോഗ് ലാമ്പ് വയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതുപോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഹെഡ്ലൈറ്റും ഗ്രില്ലും ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് DRL ഉണ്ടാവും, ഒരു 3 ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.